ഇത് കീസൈറ്റിൻ്റെ EDUX1052A എന്നുള്ള മോഡൽ DSO ആണ്. 50 MHz ആണ്. അതിൻ്റെ സാമ്പിളിംഗ് റേറ്റ് 1 GHz സാമ്പിൾസ് പെർ സെക്കൻഡ് ആണ്. ഇതാണ്. ജസ്റ്റ് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓൺ ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതിൽ 7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 7 ഇഞ്ച് ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ചാനൽ 1, ചാനൽ 2 അങ്ങനെ 2 ചാനലാണുള്ളത്. അതിൻ്റെ കോമൺ ആയിട്ടുള്ള കൺട്രോൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. USB-യിൽ നമുക്ക് മെമ്മറി അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇമേജൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ ഒരു ടച്ച് സിഗ്നൽ ഉണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം പ്രോബാണ്. പ്രോബ് ഇപ്പോൾ ഞാൻ ചാനൽ 1-ൽ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ചാനൽ 2-ൽ കണക്ട് കറക്റ്റ് ലോക്ക് ചെയ്തു. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ഇതിവിടെ ഈ സ്വിച്ചാണ്. ഇൻറ്റു 10-ൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ സിഗ്നൽ എന്ത് കൊടുക്കുന്നോ അതിനെ 10-1 ഡിവൈഡ് ചെയ്തിട്ടാണ് സ്ക്രീനിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഇൻറ്റു 1-ൽ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് സിഗ്നൽ കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ യഥാർത്ഥ വോൾട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 1-ൽ ഇട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒരു ക്ലിപ്പുണ്ട് അറ്റത്ത്. നമ്മൾ ഒരു ഗ്രൗണ്ട് കണക്ഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ കണക്ട് ചെയ്തു, ടച്ച് സിഗ്നൽ കണക്ട് ചെയ്തു. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഓട്ടോ സ്കെയിൽ ചെയ്താൽ മതി. അപ്പോൾ ചാനൽ 2 ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയുള്ള സ്ക്വയർ വേവ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഞാനിപ്പോൾ സിഗ്നൽ കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ചാനൽ 2 ആണെങ്കിൽ ചാനൽ 2 ഒന്ന് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്ലിംഗ് സെലക്ഷൻ നമുക്കിവിടെ സ്ക്രീനിൽ കിട്ടും. കപ്ലിംഗ് DC ആണ് ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു AC DC നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും കപ്ലിംഗ്. ഇതിലിപ്പോൾ ഞാൻ ചാനൽ 2-ൽ സിഗ്നൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിഗ്നൽ ട്രിഗർ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ 2-ൻ്റെ ട്രിഗർ ലെവൽ, ഈ T കാണിക്കുന്ന ട്രിഗർ ലെവലാണ്. അത് സിഗ്നലിൻ്റെ മോഡിലാണുള്ളത്. അപ്പോൾ സിഗ്നലിൻ്റെ അകത്തേക്ക് ട്രിഗർ ലെവൽ സെറ്റ് ചെയ്താലേ ഇത് ട്രിഗർ ആവുള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രിഗർ സെക്ഷനിൽ ഈ ട്രിഗർ ലെവൽ എന്നുള്ള നോബ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. തിരിക്കുന്നതിനനുസരിച്ചിട്ട് താഴത്തേക്ക് വരും. അത് സിഗ്നലിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സിഗ്നൽ ട്രിഗർ ആവും. ഓക്കെ, ഇനി ചാനൽ 2-ൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കപ്ലിംഗ് ഉണ്ട്. AC DC കപ്ലിംഗ് നമുക്ക് ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. എപ്പോഴും DC കപ്ലിംഗ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അങ്ങനെ സിഗ്നലിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യുക. ട്രിഗർ ലെവൽ സിഗ്നലിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോബ് മെനു ഉണ്ട്. പ്രോബിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ഇത് 10:1 എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇൻറ്റു 10-ൽ ഇടുമ്പോൾ ഉള്ള സെറ്റിങ്സാണ് ഇതിലുണ്ടാവുക. നമ്മളിതിൽ മാറ്റിയിട്ട് ഇത് സെറ്റിങ്സ് മാറ്റണം. എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ സെലക്ട് ചെയ്തിട്ട് റേഷ്യോ എടുത്തിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് 1:1 എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സിഗ്നൽ കൃത്യമായിട്ട് വോൾട്ടേജ് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഇപ്പോൾ 1:1 സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ കാണിക്കുന്നത് വോൾട്ട് പെർ ഡിവിഷൻ കാണിക്കുന്നത് നമുക്ക് നല്ലത് ബൈ ഡിഫോൾട്ട് സെറ്റപ്പ് പ്രസ് ചെയ്യുക ഫസ്റ്റ് ഓണാക്കുന്ന സമയത്ത്. ഇതിപ്പോൾ ചാനൽ 1 മാത്രമേ ഓൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചാനൽ 2 ഓൺ ചെയ്തു. അതിനുശേഷം ചാനൽ 1 ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ചാനൽ 1 ഓഫായി. എന്നിട്ട് നമുക്ക് വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രിഗർ ലെവൽ ഇതിൽ ട്രിഗർ ലെവൽ കറക്റ്റ് സെറ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ട്രിഗർ മെനു പ്രസ് ചെയ്യുക. ട്രിഗർ മെനുവിൽ ട്രിഗർ ടൈപ്പ് അതിൽ എടുത്തിട്ട് സോഴ്സ് 1 ആണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ചാനൽ 2-ലാണ് സിഗ്നൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ട്രിഗർ സോഴ്സ് 1 ആയിട്ട് പ്രസ് ചെയ്ത ശേഷം ഈ റോട്ടർ സ്വിച്ച് വെച്ചിട്ട് സെലക്ട് ചെയ്യുക. ട്രിഗർ സോഴ്സ്
ചാനൽ 2 സെലക്ട് ചെയ്ത സമയത്ത് ടി ഗ്രീൻ കളറിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ട്രിഗർ ലെവൽ സിഗ്നലിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രിഗർ ആവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് വോൾട്ട് പെർ ഡിവിഷൻ സെറ്റ് ചെയ്യുക, ടൈം പെർ ഡിവിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഹൊറിസോണ്ടൽ സെക്ഷൻ, ഇത് വെർട്ടിക്കൽ സെക്ഷനാണ്, ഇത് ട്രിഗർ സെക്ഷനാണ്. ഇത് ട്രിഗർ സെക്ഷൻ, ഇത് വെർട്ടിക്കൽ സെക്ഷൻ, ഇത് ഹൊറിസോണ്ടൽ സെക്ഷൻ. ഇതിലെ വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരൊറ്റ നോബേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചാനൽ 2നും ചാനൽ 1നും എങ്ങനെയാണ് മാറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 2 ചാനലും ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് യെല്ലോ കളറിലാണ്, എന്ന് വെച്ചാൽ ചാനൽ 1ൻ്റെ കളറാണ് ഇവിടെ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചാനൽ 1ൻ്റെ വോൾട്ട് പെർ ഡിവിഷനാണ് മാറുക. ആ സമയത്ത് നമുക്ക് ചാനൽ 2ൻ്റെ ആണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ 2 പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗ്രീൻ കളറായി. ഗ്രീൻ കളറായ ശേഷം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചാനൽ 2ൻ്റെ വോൾട്ട് പെർ ഡിവിഷനാണ് ഇപ്പോൾ മാറുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഈ ചാനൽ 2ൻ്റെ വെർട്ടിക്കൽ ഷിഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. -750 മില്ലി വോൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ 0 + 750 മില്ലി വോൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ വെർട്ടിക്കൽ പൊസിഷൻ കറക്റ്റായിട്ട് 0 സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഫൈനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0 സെറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് സെൻറ്ററാണ്. ഇതിൻ്റെ വോൾട്ട് പെർ ഡിവിഷൻ സെലക്ഷൻ കാണിക്കുന്നത് 1 ആണ്. 1:1 പ്രോബ്സ് കോമ്പൻസേഷനാണ് എടുത്തിട്ട് കപ്ലിംഗ് DC കപ്ലിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വോൾട്ട് പെർ ഡിവിഷൻ എവിടെയാണ് കാണിക്കുന്നത് കണ്ടോ, ഇപ്പോൾ 1 ആണുള്ളത്, 1 വോൾട്ട് പെർ ഡിവിഷനാണ്. ഇത് 2.5 വോൾട്ട് സിഗ്നലാണ്, അതുകൊണ്ട് ഏകദേശം 2.5 ഡിവിഷൻ ഉണ്ട്. ഇത് 500 മില്ലി വോൾട്ട് ആയപ്പോൾ സിഗ്നൽ കൂടുതൽ ഹൈറ്റിലേക്ക് പോയി. 2 വോൾട്ട് സെലക്ട് ചെയ്തു, കണ്ടോ 2.5 വോൾട്ടാണ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത് ഈ ടച്ച് സിഗ്നലിൻ്റെ. ഇതിൻ്റെ ചാനൽ 2ൻ്റെ വോൾട്ട് പെർ ഡിവിഷൻ എവിടെയാണ് എഴുതി കാണിക്കുന്നത്. ഈ ചാനൽ 1 ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടില്ല, ചാനൽ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 വോൾട്ട് പെർ ഡിവിഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഓട്ടോമാറ്റിക് ഈ സെലക്ഷൻ്റെ കളറ് യെല്ലോ കളറിലാണ് ഉള്ളത്. എൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ തിരിക്കുമ്പോൾ ചാനൽ 1ൻ്റെ വോൾട്ട് പെർ ഡിവിഷനാണ് അഡ്ജസ്റ്റ് ആവുക. ഓക്കെ, നമുക്ക് ചാനൽ 2 അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്യുക, അതിനുശേഷം വോൾട്ട് പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ചാനൽ 2 ആണ് അഡ്ജസ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം പെർ ഡിവിഷൻ എന്ന് പറയുന്നത് ഇതാണ്, 1 മില്ലി സെക്കൻഡ് പെർ ഡിവിഷനാണ്. 1 മില്ലി സെക്കൻഡാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ സെലക്ട് ചെയ്യാം 500 മൈക്രോ സെക്കൻഡ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ടൈം പെർ ഡിവിഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് കപ്ലിങ്ങിൻ്റെ സെലക്ഷൻ ഇവിടെയാണ് വരുന്നത്. AC DC എന്നുള്ള മോഡുണ്ട്, എപ്പോഴും നമ്മൾ DC-യിലാണ് ഇടേണ്ടത്. അതുപോലെ പ്രോബ് മെനു എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ സെലക്ഷൻ ഇപ്പോൾ ചാനൽ 2 ആണ് നമ്മൾ ലാസ്റ്റ് പ്രസ് ചെയ്തത്, അതുകൊണ്ട് ഇവിടെ ചാനൽ 2 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് താഴെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ പ്രോബ് എപ്പോഴും 1:1 ആയിരിക്കണം, പിന്നെ വോൾട്ട് പെർ ഡിവിഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മളിതിപ്പോൾ വോൾട്ട് പെർ ഡിവിഷനാണ് നോർമലി സെലക്ട് ചെയ്യേണ്ടത്. വെർട്ടിക്കൽ സ്കെയിൽ വോൾട്ട് പെർ ഡിവിഷൻ എന്നുള്ള സെറ്റിങ്സാണ് എടുക്കേണ്ടത്. നമുക്ക് ടൈം പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു നോബ് വെച്ചിട്ടാണ്. ഇത് ഹൊറിസോണ്ടൽ ഷിഫ്റ്റാണ്. ഹൊറിസോണ്ടലായിട്ട് എത്ര ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. 0 ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 മില്ലി സെക്കൻഡാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ടൈം പെർ ഡിവിഷൻ എവിടെയാണ് സ്കെയിൽ കാണിക്കുന്നത്, സെലക്ഷൻ കാണിക്കുന്നത് എവിടെയാണ്. അങ്ങനെ ഇതിൽ ട്രിഗർ മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മോഡ് ഓട്ടോ മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓട്ടോ നോർമൽ എന്നുള്ള 2 മോഡുണ്ട്, നമുക്ക് ആവശ്യം ഓട്ടോ മോഡാണ്.